ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ആകെ ദേഷ്യപ്പെട്ടിരിക്കുക. കണ്ണേട്ട, ഈ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റ് കണ്ണേട്ട. കണ്ണേട്ടൻ്റെ ദേഷ്യം മാറാനാ സ്വർണ്ണമൊക്കെ പോളിഷ് ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് ഞാൻ വന്നത്. അപ്പോഴത്തേക്കും കണ്ണേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിന്നാലോ? അത് കേട്ടതും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗീതു. എൻ്റെ കുടുംബത്തിൽ തന്നെ ശത്രുക്കൾ, എൻ്റെ കുടുംബത്തിൻ്റെ ശത്രുക്കൾ അവരവിടെ താമസിക്കുമ്പോൾ എനിക്കതൊട്ടും സഹിക്കുന്നില്ല. എനിക്കൊരു കാര്യം തോന്നുക ഗീതു, എൻ്റെ മനസ്സിലൊരു ഐഡിയ. എന്താ കണ്ണേട്ട? അത് പിന്നെ എങ്ങനെയെങ്കിലും സത്യദാസിനെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കണം. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. എല്ലാം കള്ളമാണെന്നും പറഞ്ഞ് സത്യദാസ് എൻ്റെ അമ്മയുടെ ഭർത്താവല്ല എന്നും രഞ്ജുവിൻ്റെ അച്ഛനല്ല എന്നും എല്ലാവരുടെ മുൻപിൽ ഞാൻ വിളിച്ചു പറയും. അങ്ങനെ വിജയലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ആ പാട്ടുകാരി, അവരെ ഞാൻ രക്ഷിക്കാൻ നോക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ സത്യദാസിന് ദേഷ്യം കയറും. അങ്ങനെ ദേഷ്യം കയറി അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്നുള്ള വിഷയം അയാൾ ചിലപ്പോൾ പറഞ്ഞാലോ? അത് കേട്ടതും അത്രയും ബുദ്ധിയില്ലാതെ അയാൾ പ്രവർത്തിക്കുവാണ് കേട്ടാ. ചിലപ്പോൾ പ്രവർത്തിച്ചാലോ? അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കും എന്നൊക്കെ പറയുകയാണ്. ഈ സമയമാണെങ്കിൽ ഗീതുവിനൊരു ഫോൺ വരിക. ഫോൺ വന്നതും ഹലോ, പറഞ്ഞോളൂ. അതെ, ദേ വരുണേട്ടനും സത്യദാസും ഇവിടെ നിന്നൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുന്നുണ്ടേ. ഫോളോ ചെയ്യ് എന്നും ഗീതു. ഈ സമയം നമ്മുടെ രേഖ ഫോൺ കെട്ടിട്ട് ഫോളോ ചെയ്യുക. പിന്നീട് കാണിക്കുന്ന രഞ്ജുവിനെയാണ്. ഹലോ ഗീതു, ദേ ഇവിടെ നിന്നും രാധികാമ്മ പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ശരി, ഓവർ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ, ഇതെന്താ ഗീതു? ഇതൊക്കെ ചെക്കിംഗ് ആണ്, സെർച്ച്. എവിടെ ആരുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന സെർച്ച്. എല്ലാം കണ്ടുപിടിക്കണം. എന്നിട്ട് ആ സത്യദാസും രാധികാമ്മയും വരുണേട്ടനൊക്കെ ഒളിച്ചു കളിക്കുന്നതൊക്കെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോയാലോ കണ്ണേട്ടാ? അതെന്താ ഗീതു, പോകാന്നേ. കണ്ണേട്ടൻ്റെ മൂഡ് ശരിയല്ല, പിന്നെ സ്വർണം പോളിഷ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു. അങ്ങനെ അവർ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതുവും ഗോവിന്ദും മുറിയിലെത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കുക. കണ്ണേട്ടാ, എനിക്ക് ഈ സ്വർണ്ണങ്ങളൊന്നും വേണ്ട, ഒരേ ഒരു രത്നം മാത്രം മതി. ആ രത്നം എനിക്ക് തരാവോ എന്നും ചോദിക്കണം. അത് കേട്ടതും ഗോവിന്ദ്, അതേത് രത്നം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. കണ്ണേട്ടാ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല, ചെറിയ ആഗ്രഹങ്ങളാണ്. അതൊന്നും സാധിച്ചു തന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. അത് കേട്ടതും അതൊക്കെ ഞാൻ ചെയ്തു തരാം, എന്താ ചെയ്യേണ്ടതെന്ന് പറയാമെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഗീതുവിൻ്റെ രത്നം എന്താണെന്ന് കേട്ടപ്പോൾ നമ്മുടെ ഗോവിന്ദ് തന്നെ ഞെട്ടിപ്പോയി. ഈശ്വരാ, ഇത് ഞാൻ ഇവക്ക് എവിടെ നിന്ന് മേടിച്ചിട്ടൊന്ന് കൊടുക്കാനാ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇവളെനിക്ക് ഇരുട്ടത്ത് പണിയായിരുന്നത് പോലെ പണി തരുക, അങ്ങനെ ശരിയാവില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ ഗീതു, മര്യാദയ്ക്ക് തന്നോ, ഇല്ലെങ്കിൽ ഞാൻ വഴക്കടിക്കും. എന്താ ഇത്? ഈ ആമാടപ്പെട്ടി മുഴുവനും ഞാൻ നിനക്ക് തന്നില്ല ഗീതു, ഇനി ഇതിനേക്കാളും കൂടുതൽ എന്തു പറഞ്ഞാൽ? അയ്യടാ, ആമാടപ്പെട്ടി തന്നതേ എനിക്ക് വിജയലക്ഷ്മി അമ്മയാണ്, അല്ലാതെ നിങ്ങളൊന്നും അല്ല, മനസ്സിലായാലോ? ഇതെൻ്റെ അമ്മായിയമ്മ എനിക്ക് വേണ്ടി തന്ന സ്വർണ്ണമാണ്. ഇവിടുത്തെ രണ്ടാം അമ്മായിയമ്മയ്ക്ക് കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ അവർക്ക് കൊടുക്കണമെന്ന്. കണ്ണേട്ടാ, ചിലപ്പോൾ വിജയലക്ഷ്മി അമ്മ എനിക്ക് ഈ സ്വർണം തന്നത് രാധിക അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ? നമുക്ക് ഈ സ്വർണ്ണപ്പെട്ടി വെച്ചൊരു ഐഡിയ ചെയ്താലോ? യഥാർത്ഥ കള്ളന്മാരാരാണെന്ന് നമുക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത ഒരു ഐഡിയ പറയാം. ഇത് നല്ല ഐഡിയ. സത്യദാസങ്ങൾ ഒരു കള്ളനാണോ എന്നറിയണമെങ്കിൽ ഇത് നമുക്ക് ചെയ്തു നോക്കണം. കാരണം സത്യദാസിന് കണ്ണ് കാണുമെന്ന് കണ്ടുപിടിക്കുകയും വേണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കണ്ണ് കാണാമെന്നാണെങ്കിൽ ഈ സ്വർണം വെച്ചിരിക്കുന്ന സ്ഥലം തേടിപ്പോകും. അങ്ങനെ പോകുമ്പോൾ ഈ സ്വർണം അവിടെ നിന്നും എടുക്കാൻ സാധ്യതയുണ്ട്. കണ്ണ് കാണാത്ത ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല, എന്നാൽ കണ്ണ് കാണുന്ന ഒരാൾക്ക് അത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് സത്യദാസിനെ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ ഗീതു ഒരു മുറി കൊണ്ട് അത് വെച്ചിട്ട്, കണ്ണേട്ടാ, ഞാനേ സ്വർണ്ണമൊക്കെ ഇവിടെ വെച്ചിരിക്കുവാണേ, ആമാടപ്പെട്ടിയിലുണ്ട്, എല്ലാ അലമാരിക്കകത്തും ഉണ്ട് കേട്ടോ. പിന്നെ കണ്ണേട്ടന് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അലമാരി പൂട്ടുന്നൊന്നുമില്ല എന്നൊക്കെ പറയണം. ഈ സമയം വരുണ ആ വഴി പോവുക. ആമാടപ്പെട്ടി നിറയെ സ്വർണ്ണോ, അതും അലമാരിക്കകത്ത്. ആ സ്വർണം മുഴുവനും കിട്ടിയാൽ എങ്ങനെയെങ്കിലും അത് കൊടുത്ത് കാശ് വാങ്ങണം. എന്നിട്ട് ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പണം മുഴുവനും കൊടുക്കണം. ദൈവമേ, ഇല്ലെങ്കിൽ ഒരു രക്ഷയുമില്ല. ചേതൻ ഗ്രൂപ്പുകാർ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലുന്നവരാ. അങ്ങനെയുള്ളപ്പോൾ അവരെ വെറുതെ വിടാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അവരെന്നെ വെറുതെ വിടാൻ സാധ്യതയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുൺ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ ഗീതു, കണ്ണേട്ടാ, വരുണേട്ടൻ അവിടെ നിൽപ്പുണ്ട്, നോക്കിയേ, എവിടെ നോക്ക്. അപ്പോൾ വരുണിൻ്റെ ചെറിയൊരു നിഴൽ നമ്മുടെ ഗോവിന്ദ് കാണുക. എന്തായാലും ഗീതു, സ്വർണ്ണം ഇവിടെ വെക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക. അവിടെ വെച്ചാൽ മതി കണ്ണേട്ടാ, നമ്മളെന്തിനാണ് ഇവിടെ എല്ലാവരും സംശയിക്കുന്നത്? ഇവിടെയുള്ളവരൊക്കെ നമ്മുടെ സ്വന്തമല്ലേ, സ്വർണം കാണാത്തവരൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അവരെടുക്കൊന്നുമില്ല. കണ്ണേട്ട, പേടിക്കണ്ട. നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. എന്തായാലും ആ
വരുൺ ഇതിൽ വീഴും ഉറപ്പാ. ഇവർക്ക് എന്തിനാ ക്യാഷെന്ന് എനിക്കറിയണം. എന്തൊക്കെയായാലും ആ മടപ്പെട്ടി എടുത്ത് എല്ലാത്തിനെയും ഞാൻ ശരിയാക്കുന്നുണ്ട്, പിന്നിൽ രാധികാമ്മയെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക. ഈ സമയം നമ്മുടെ വരുൺ എന്തായാലും ആ മാടപ്പെട്ടി എടുത്തേ മതിയാകും. ആ മാടപ്പെട്ടിയിൽ ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട്. ആ സ്വർണം മുഴുവനും എനിക്ക് വേണം, അമ്മയ്ക്കും കുറച്ച് കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുൺ ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ കണ്ണേട്ട നമ്മുടെ പ്ലാൻ സക്സസ് ആയി, എന്തായാലും നമുക്ക് പോവാം എന്നൊക്കെ പറയുക. അപ്പോൾ ഭാസ്കരനും ഇത് മറ്റൊരു സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഭാസ്കരനാണെങ്കിൽ ആലോചിക്കുക, അപ്പം ആ സ്വർണം മുഴുവനും എടുത്താൽ ജീവിതകാലം മുഴുവനും ജീവിക്കാനുള്ളതായി. സമാധാനമായിട്ട് ജീവിക്കണം, എൻ്റെ മോനും എൻ്റെ ഭാര്യയും ഒക്കെ ആയിട്ട്. ഇന്ന് രാത്രി എന്തായാലും ആമയുടെ പെട്ടി മോഷ്ടിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് ഭാസ്കരന് നിൽക്കുക. അച്ഛനും മോനും ഒരേ റൂട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ വരുണാണെങ്കിൽ രാത്രിയായപ്പോൾ പതുങ്ങി ഗീതുവിൻ്റെ മുറിയിലെത്തിയതും നമ്മുടെ വരുൺ ആ അൽമാര തുറക്കുക. അപ്പോൾ രാധികയാണെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ എന്തോ ശബ്ദം കേട്ടപ്പോൾ രാധികയ്ക്ക് പേടിയായി. ഈശ്വര, ആരോ ഉണ്ടല്ലോ വീടിനകത്ത്. ദൈവമേ, ഇനി കള്ളനെങ്ങാനും ആണോ? ഇതിനകത്തിരിക്കുന്ന ഗീതു എൻ്റെ ശത്രുവാണെങ്കിലും വീട്ടിൽ കള്ളം കയറിയ നഷ്ടപ്പെടുന്നത് എൻ്റെ കണ്ണൻ്റെ പൈസയാണ്. അതുകൊണ്ട് അത് തടയണം. എന്തായാലും എടാ പെരുങ്കള്ള, നിന്നെ ഞാൻ പൂട്ടിയിടുവടാ എന്നും ആലോചിച്ചുകൊണ്ട് രാധിക നേരെ ചെന്ന് വാതിൽ പൂട്ടിയതിന് ശേഷം രാധിക താഴേക്ക് ഇറങ്ങി ഓടി. ഇതൊന്നും അറിയാതെ വരുൺ ആമാടെ പെട്ടിയെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുക്കുക. എൻ്റെ പൊന്നാമാടം, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിൻ്റെ അകത്തുള്ള സ്വർണ്ണങ്ങൾ മുഴുവനും എടുത്ത് ഞാൻ വിറ്റും പണയം വെച്ചും സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വരുൺ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും രാധിക ഓടിച്ചെല്ലുക. അപ്പോൾ ഗീതവും രേഖയും ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. എടാ മോനെ, ദേ കണ്ണാ, എന്താ രാധികാമേ, കണ്ണാ കള്ളൻ, ഞാൻ കള്ളനാണെന്നോ? അയ്യോ നീ അല്ല മോനെ, നമ്മുടെ വീടിനകത്ത് ഏതോ കള്ളം കയറിയിട്ടുണ്ട്. കള്ളനോ? അതാരാ? ഇത്രയും നാളും ഇവിടെ അങ്ങനൊരു കള്ളം കയറിയിട്ടില്ലല്ലോ. എന്നാൽ ഇന്ന് കയറി, മോനെ സൂക്ഷിക്കണം, ആ കള്ളനെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ആകെ പേടിച്ച് നിൽക്കുക. എന്താണേലും മര്യാദയ്ക്ക് പറ, ആ കള്ളനെ ഉറപ്പായിട്ടും എന്തെങ്കിലും ചെയ്യും, അതുകൊണ്ട് സൂക്ഷിച്ചേ മതിയാകും മോനെ, സൂക്ഷിച്ചേ മതിയാവും എന്നൊക്കെ പറയാം. നിങ്ങൾ മര്യാദയ്ക്ക് പറയുന്നെങ്കിൽ പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കള്ളൻ നമ്മുടെ വീട്ടിൽ കയറിയിട്ടുണ്ട്, നിങ്ങളുടെ മുറിയിൽ. ഞാനത് പൂട്ടിയിടുകയും ചെയ്തു. അപ്പം നമ്മുടെ ഗീതുവിന് കാര്യം പിടിയിട്ട് എന്നാ ആ കള്ളനെ നമുക്കിന്ന് ശരിയാക്കണം എന്നും ഗീതു. അതെ, അവനെ നല്ല മുട്ട വടികൊണ്ട് അടിക്കണം. എടുക്ക് വടി, രേഖേച്ചി വടിയെടുത്തോ, രഞ്ജു വടിയെടുത്തോ, കണ്ണേട്ടാ വടിയെടുത്തോ എന്നും പറയുക. അങ്ങനെ എല്ലാവരും അടുക്കളയിൽ പോയി മുട്ടം വടിയുമായിട്ട് വരികയാണ്. ഈ സമയം ഇതൊന്നും അറിയാതെ വരുണ വാതിൽ തുറക്കുക. ഈശ്വര, തുറയുന്നില്ലല്ലോ, ഇതാരാ പുറത്തുനിന്ന് പൂട്ടിയത്? എൻ്റെ ദൈവമേ, പണി കിട്ടിയോ? ഇനി അമ്മടപ്പെട്ടി കയ്യിൽ വെച്ചാൽ ശരിയാവില്ല എന്നും ആലോചിച്ചുകൊണ്ട് വരുൺ നേരെ എന്ന് അത് അലമാരെ തന്നെ വെച്ച് പൂട്ടി. ചേതൻ ഗ്രൂപ്പിൻ്റെ കാശ് എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ വന്നു ചേർന്നല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വരുൺ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോഴത്തേക്കും വാതിൽ ചവിട്ടിപ്പൊളിച്ച വാതിൽ കണ്ടു നമ്മുടെ വരുൺ ഞെട്ടിപ്പോയി ചാടി എഴുന്നേക്കലും ഒരൊറ്റടിയാണ് വരുണിൻ്റെ നെഞ്ചത്തിട്ട് കിട്ടിയത്. അടി കൊണ്ടത് വരുൺ പോയി തെറിച്ചു വീണു. അയ്യോ അമ്മേ, തല്ലല്ലേ, എനിക്ക് വേദനിക്കുന്നേ, അയ്യോ നിർത്ത് എന്നും രാധിക. എന്താ, ഇതെൻ്റെ മോൻ്റെ ശബ്ദമാണല്ലോ, അയ്യോ വരുൺ എന്നും പറഞ്ഞുകൊണ്ട് വരുണിനെ ചേർത്ത് പിടിക്കുക. സ്വന്തം മോനെ അടിമേടിച്ചു കൊടുത്ത അമ്മ എന്നും നമ്മുടെ ഗീതു ഇങ്ങനെ കളിയാക്കുക. നീ കളിയാക്കണ്ടടി, എൻ്റെ മോനെ ഇതിനകത്തുനിന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. അല്ല രാധികാമ്മേ, ഇവനെന്തിനാ പാതിരാത്രി ഈ സമയത്ത് ഇതിനകത്ത് കയറിയത്? അതെനിക്കറിയില്ല. എന്തിനാടാ നീ ഇതിനകത്ത് കയറിയത്? അത് പിന്നെ എടാ പറയാൻ, അത് ഞാൻ ഈ വഴി പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയതാ. അപ്പം ആരോ പുറത്തുനിന്ന് പൂട്ടിക്കളഞ്ഞു. കണ്ണേട്ടാ, അതൊന്നും അല്ല, ആമാടപ്പെട്ടി മോഷ്ടിക്കാൻ വേണ്ടി വരുന്നേട്ടൻ കയറിയതായിരിക്കും. എന്ത് ആമാടപ്പെട്ടിയോ? ആമാടപ്പെട്ടി ആരും ഇതിനകത്തുണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വർണവും എൻ്റെ ആഭരണങ്ങളും ഇതിനകത്തല്ലേ വെക്കേണ്ടത്? ഇത് സ്വന്തം വീടാണല്ലോ, ഇവിടെ കള്ളന്മാരെ പേടിക്കണ്ടല്ലോ എന്ന് ഓർത്താ ധൈര്യമായിട്ട് വെച്ചത്. അപ്പോൾ ഈ വരുണേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെ ശരിയാവും? ഇനി ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയാൽ സൂക്ഷിക്കണം. രേഖച്ചി സൂക്ഷിക്കണേ. ഞാൻ സൂക്ഷിച്ചോളാം ഗീതു. എന്തായാലും വരുണേട്ടനെ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടല്ലോ, ഇനി ഉറപ്പായിട്ടും അങ്ങനെയൊന്നും ചെയ്യില്ല. ഗീതു സമാധാനമായിട്ടിരിക്കേ എന്നൊക്കെ പറയുക. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് വരുണോടാ, നീ മോഷ്ടിക്കുന്ന എന്തിനാടാ? നിനക്ക് കാശ് വേണമെങ്കിൽ പണിയെടുത്ത് ജീവിച്ചൂടെ? എൻ്റെ ഏട്ടാ, ഞാൻ എന്ത് പണിയെടുത്താലും AGM-ൽ നിന്ന് എനിക്ക് 1 രൂപ പോലും തരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യാനേട്ടാ? എനിക്കുമില്ല ചിലവുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും. ഈ സമയം ഭാസ്കരൻ, ഈശ്വര, എൻ്റെ മോനെ എല്ലാവരും കൂടെ കള്ളനാക്കുവാണല്ലോ. എന്താ ഇവിടെ എല്ലാവരും കൂടെ ഒരു ചർച്ച? വാ സത്യദാസങ്ങളെ, ഇവിടെ വലിയൊരു പ്രശ്നമുണ്ടായി.
അങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായ വരുണുണ്ടല്ലോ, ഒരു മോഷണക്കാരനാ. മോഷണോ? എന്ത് മോഷണം? അതെ, ഇവിടെ കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ടായിരുന്നു. ആ സ്വർണം മുഴുവനും അടിച്ചു മാറ്റി. വരുൺ അങ്ങനെ ചെയ്യോ എന്നും ഭാസ്കരൻ ചോദിക്കുക. പിന്നെ അല്ലാതെ അതൊക്കെ ചെയ്യും എന്നൊക്കെ പറയണേ. ഈശ്വര, എൻ്റെ മോനെ കള്ളനാക്കുവാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഭാസ്കരൻ ഇങ്ങനെ നിൽക്കുക. മോനെ, മോഷ്ടിക്കുന്നത് ഒരു തെറ്റാണ്. ഒരിക്കലും മറ്റുള്ളവരുടെ മുതൽ മോഷ്ടിച്ച് ജീവിക്കരുത് കേട്ടോ. നീ എൻ്റെ മോനെ പോലെയാ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഗീതു, മോനാണോ എന്നൊരു സംശയമില്ലാതില്ല. ഈ സമയം രാധിക, ഈശ്വര, സ്വന്തം മോനെ തന്നെയാണ് ഭാസ്കരേട്ടാ നിങ്ങൾ ഉപദേശിക്കുന്നത്. ഊച്ചാളി ഭാസ്കരനെന്ന് വിജയലക്ഷ്മി പറഞ്ഞത് എത്ര സത്യമാണ്. അച്ഛനും മോനും ഊച്ചാളികൾ തന്നെ എന്നും രാധിക ഇങ്ങനെ ആലോചിക്കുക. ഈ സമയം ശരി എല്ലാവരും പോയി കിടക്ക്. വരുൺ, നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. കാരണം രാധികമ്മ കാരണം നിനക്ക് കുറേ തല്ലുകൊണ്ടു. അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികയും വരുണും പിന്നെ ഭാസ്കരനും കൂടെ ഒന്ന് സംസാരിക്കുക. എന്നാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അമ്മ എന്തിനാ എന്നെ പൂട്ടിയിട്ടത്? എടാ തിരുമണ്ട, സ്വർണ്ണം എടുക്കാൻ പോകുമ്പോൾ നിനക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോയിരുന്നില്ലേ? അത് പിന്നെ എടുത്തു ചാടി പോയതാ. എന്തൊരു കഷ്ടമാണ് ഇത്. എങ്ങനെയെങ്കിലും സ്വർണ്ണം അടിച്ചു മാറ്റി ചേതൻ ഗ്രൂപ്പിൻ്റെ പൈസ കൊടുക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ചെയ്തത്. അമ്മ പൂട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ സ്വർണ്ണമൊക്കെ വിറ്റ് ഞാൻ അവരുടെ കടം തീർത്തന്നായിരുന്നു. അവർ നമ്മളെ കൊല്ലാൻ വേണ്ടി നടക്കില്ലായിരുന്നു. അത് കേട്ടതും എല്ലാം തൊലഞ്ഞല്ലോടാ മോനെ. അപ്പോൾ ഭാസ്കരൻ, എന്താ മോനെ ഇത്ര കടം നിനക്ക്? സത്യദാസ് അങ്കളച്ച, എനിക്ക് ഭയങ്കര കടമുണ്ട്. ഈ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയിൽ നിന്നും ഞാൻ കുറച്ച് പൈസ മേടിച്ചു. ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ഞാൻ ആകെ പെട്ട് നിൽക്കുക. എനിക്കാണെങ്കിൽ ഒരു 50 ലക്ഷം രൂപയെങ്കിലും വേണം. 50 ലക്ഷമോ? അതെ, 50 ലക്ഷമല്ല, ഇത്ര രൂപ വേണം. എത്ര രൂപയാണ് മോന് വേണ്ടത്? അത് പിന്നെ 10 ലക്ഷം. 10 ലക്ഷമേ ഉള്ളോ? 50 ലക്ഷം. ഇത് എന്തൊക്കെയാണ് മോനെ നീ പറയുന്നേ? എന്തിലെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്ക്. എനിക്ക് കുറച്ച് കാശ് വേണം സത്യദാത അങ്കളച്ച. എനിക്ക് നല്ല സങ്കടമുണ്ട് കടം വീട്ടാത്തതിൻ്റെ പേരിൽ. ഞാൻ ആരോടും കടം മേടിക്കാറില്ല, സാഹചര്യത്തിൽ മേടിച്ചു പോയതാ. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും പൈസ കിട്ടിയേ പറ്റൂ. മോൻ വിഷമിക്കേണ്ട, എങ്ങനെയെങ്കിലും ഞാൻ മോന് പൈസ റെഡിയാക്കി തരാം. അല്ല, വരുണിൻ്റെ അമ്മയാണെന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ വരുണിൻ്റെ അമ്മയാണ്. എന്നിട്ട് എന്തിനാ വരുണിനെ ഇങ്ങനെ മോഷ്ടിക്കാനായിട്ട് വിടുന്നത്? ഇത്രയും പണം ഗോവിന്ദ് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് പണം ഇവൻ്റെ കടം വീട്ടാൻ കൊടുത്തൂടെ? അതിന് അങ്ങനെ ഗോവിന്ദ് പൈസയൊന്നും കൊടുക്കില്ല എന്നും ശബ്ദം മാറ്റി രാധിക പറയുക. അതെന്താ കൊടുക്കാത്തത്? ഇവൻ ദൂർത്തടിക്കുമെന്നും പറഞ്ഞ് ഇവനൊന്നും കൊടുക്കാറില്ല. അത് കേട്ടതും ഭാസ്കരന് സങ്കടമായി. എൻ്റെ മോനപ്പോൾ ഈ വീട്ടിലൊരു അധികപ്പറ്റ. അവനൊരിക്കലും ഇവിടെ സന്തോഷവും സമാധാനവും ഇല്ല. അവനെ ഒരു അധികപ്പറ്റായിട്ടാണ് എല്ലാവരും കാണുന്നത്. എൻ്റെ മോനെ എല്ലാവരും ഇവിടെ ഒരു വിലയുമില്ല. എന്തായാലും അവനൊരു വിലയുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. മോനെ, നീ എന്നെ അച്ചാന്ന് വിളിക്കേ. അങ്ങനെ അച്ചാന്ന് വിളിക്കുമ്പോൾ എൻ്റെ സ്ഥാനത്ത് നിന്ന് നിനക്ക് ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്യും എന്നും പറയണം. അത് കേട്ടതും നമ്മുടെ വരുൺ, അതെങ്ങനെ ശരിയാവും? എൻ്റെ അച്ഛൻ മരിച്ചു പോയില്ലേ അങ്കളെ? എൻ്റെ അച്ഛന് നല്ല സങ്കടമാണ്. എൻ്റെ അച്ഛനൊരു പാവമാണ്. എൻ്റെ അച്ഛൻ എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹം. അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹം ഞങ്ങളെ വിട്ടു പോയി. എൻ്റെ അച്ഛൻ ഭാസ്കരൻ എന്ന് പറയുന്ന ഒരാളാണ്. അങ്ങേര് മരിച്ചു പോയിട്ട് കാലം കുറേയായി. ആ ഭാസ്കരൻ അച്ഛാന്ന് വിളിക്കാതെ സത്യദാസ് അങ്കളെ അച്ഛാന്ന് വിളിക്കുന്നത് ഭാസ്കരൻ അച്ഛനായ എൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ പൊറുക്കാൻ പറ്റില്ലല്ലോ സത്യദാസ് അങ്കളച്ച. അത് കേട്ടതും നമ്മുടെ രാധിക ഞെട്ടലോടുകൂടെ ഭാസ്കരനെ നോക്കുക. അപ്പോൾ ഭാസ്കരൻ, എടീ രാധികെ, ഞാൻ മരിച്ചുപോയിന്ന് എൻ്റെ മോനോട് നീ കള്ളം പറഞ്ഞിരിക്കുവാണല്ലേ? എന്നാൽ ഒരു ദിവസം ഞാനാടാ നിൻ്റെ സ്വന്തം അച്ഛനെന്ന് അവനോട് ഞാൻ വിളിച്ചു പറയുന്നൊരു ദിവസം വരും. ആ ദിവസത്തിനായിട്ട് നീ കാത്തിരുന്ന രാധികെ. ഇനി നിൻ്റെ പതനമാണ് രാധികെ എന്നൊക്കെ ആലോചിച്ചു നോക്കുക. ഈശ്വര, ഇവനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണല്ലോ. അങ്കളച്ച, എനിക്ക് കുറച്ച് കാശ് തരാമോ? ഉറപ്പായിട്ടും തരാം മോനെ. അതിനെനിക്ക് കുറച്ച് സാവകാശം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സത്യദാസ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക. ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ഗീതുവും രേഖയും രഞ്ജുവും മുകളിൽ നിൽക്കുകയാണ്. അതെ, ഇതൊരു വലിയ മിഷനാണ്. എങ്ങനെയെങ്കിലും അവരെ കൊടുക്കുക. അതായത് സത്യദാസും രാധികയും വരുണുമൊക്കെയുള്ള ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇവർക്കിടയിൽ അനാർക്കലി ഉണ്ടോ? ഇനി അവരുടെ കൂടെ ചേർന്ന് അനാർക്കലിയും രാധികയും പിന്നെ വരുണുമൊക്കെ കൂടെ ചേർന്ന് നമ്മുടെ വിജയലക്ഷ്മി അമ്മയെ
ഭീഷണിപ്പെടുത്തുകയാണോ എല്ലാം കണ്ടെത്തുക എന്നുള്ളതാണ് ഗീതുവിൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക. ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്. ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങളാണ്. അനാർക്കലിയുടെ മകൾ രഞ്ജു ആണെന്ന് തിരിച്ചറിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒരു തീരുമാനമാവുകയാണ്. സത്യദാസ് തൻ്റെ അമ്മയുടെ ഭർത്താവല്ല എന്നും സത്യദാസിൻ്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും വിജയലക്ഷ്മിയുടെ നിരപരാധിത്വം തെളിയിക്കുമെന്നും ഗോവിന്ദ് ശബ്ദമെടുക്കുന്ന അടിപൊളി മുഹൂർത്തം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.